നഷ്ടപരിഹാരം തന്നെ അതിന്റെ ഒരു പാർട്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകുലതയിലാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ RRT ടീം ഉൾപ്പെടെയുള്ള വിന്യസിക്കും. അതോടൊപ്പം തന്നെ നിയമം അനുവദിക്കുന്ന മുറയ്ക്ക് പ്രത്യേക വിജ്ഞാപനത്തിലൂടെ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകുമെന്ന് ഇപ്പോ DFOന്റെ ഒരു അറിയിപ്പ് ഔദ്യോഗിക ഫോറസ്റ്റ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും മന്ത്രി പറഞ്ഞോ അല്ലെങ്കിൽ അത് ഓർഡർ ആയോ? ഇപ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്ഥിരീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. അപകടകാരിയായ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് തന്നെയാണ്, കൊല്ലണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെയും മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യമെന്ന് പറയുന്നത്. അതിലൂടെ പരിഹരിച്ച് നമുക്കൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഇതൊരു താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാവും. ആ ഒരു ജനങ്ങളെ ആകമാനം വിശ്വാസത്തിലെടുക്കുന്ന തീരുമാനം ഉണ്ടായാൽ ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ കാണും. നിശാന്ത് ഈ ഭാഗത്തുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവാണ്. ഇത്തരം വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന മേഖലകളിൽ തിരുനെല്ലിയിൽ അടക്കം സ്ഥിരം ഈ ചർച്ചകളിലേക്ക് പങ്കെടുക്കുന്ന ആളാണ്. നിശാന്ത് പറയുന്നത് ഈ ഉത്തരവ് കൃത്യമായി സ്ഥിരീകരിച്ച ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ തന്നെ വലിയൊരു രീതിയിൽ പ്രതിഷേധം അവസാനിക്കും. അതോടൊപ്പം ഈ നഷ്ടപരിഹാര തുകയുടെ പകുതിയെങ്കിലും ഇന്ന് തന്നെ കൈമാറാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ചർച്ചയിൽ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയിട്ടില്ല. രതീഷ്.